എങ്ങനെയാ നമുക്ക് മഗ്ഫിറത്തുകൾ ലഭിക്കുക? മഗ്ഫിറത്ത് ലഭിക്കാൻ ധാരാളം വഴികളുണ്ട്. ഒരാൾ സത്യവിശ്വാസം പുൽകുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ലഹും മഗ്ഫിറത്തുൻ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ അവന്റെ ജീവിതത്തിൽ സത്യവിശ്വാസം പുൽകുക എന്നതാണ് ആദ്യത്തെ കടമ. ആ സത്യവിശ്വാസം പുൽകി ഷഹാദത്തിൽ ഉറച്ച ജീവിതവും സൽക്രമങ്ങളുമാണ് മഗ്ഫിറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതുപോലെ തന്നെ മഗ്ഫിറത്ത് ലഭിക്കുവാൻ ചില മാർഗങ്ങൾ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാർത്ഥനയുടെ നിരന്തരം അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുക. അല്ലാഹുവേ, എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിലൂടെ മഗ്ഫിറത്ത് കരസ്ഥമാക്കാം. ഖുർആനിൽ തന്നെ എത്രയോ പ്രാർത്ഥനകളുണ്ട്. റബ്ബനാ വലനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇങ്ങനെ പ്രാർത്ഥനകളിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹുവിൽ നിന്ന് നമുക്ക് മഗ്ഫിറത്ത് കരസ്ഥമാക്കാം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. ഒരാൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പാതകങ്ങൾ സംഭവിച്ചുപോയി, പാപങ്ങൾ തെറ്റുകൾ സംഭവിച്ചുപോയി, ഒരുപാട് കുറ്റങ്ങളിൽ ആണ്ടുപോയ മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും തിരിച്ചറിഞ്ഞിട്ട് അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടി, പുറത്തു തരണേ പടച്ചവനെ, പുറത്തു തരണേ അല്ലാ. ഇങ്ങനെ അല്ലാഹുവിനോട് അവൻ ഇസ്തിഗ്ഫാർ തേടിയപ്പോ യജിദില്ലാഹ ഗഫൂറർ റഹീമാ, പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിൽ അവൻ നിറകണ്ണുകളോടെ റബ്ബിനോട് തേടിയപ്പോ അല്ലാഹു തആല അവന് മഗ്ഫിറത്ത് സമ്മാനിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ധാരാളം പ്രാർത്ഥനകളിലൂടെ നിരന്തരം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് കരസ്ഥമാക്കുക. അതാണ് മഗ്ഫിറത്ത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, പ്രാർത്ഥനയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മറ്റൊരു വഴി കൂടിയുണ്ട്. അടുത്ത മാർഗം, മഗ്ഫിറത്ത് ലഭിക്കാനുള്ള അടുത്ത മാർഗം ധാരാളം നന്മയുള്ള പ്രവർത്തനങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെയാണ്. അതിൽ ഒന്നാമതായി എടുത്തു പറയാനുള്ളത് ഇത്തിബാഉ റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ധാരാളം അനുഷ്ഠിക്കുക. ഒരു സുന്നത്തിനെയും നിസ്സാരമായി